കേരള സർക്കാരിന്റെ വികസന പദ്ധതികളെ ആസ്പദമാക്കി ആവിഷ്കരിച്ച ഹ്രസ്വചിത്രങ്ങളുടെ മത്സരവേദിയായ നോട്ടത്തിന്റെ മറ്റൊരു അധ്യായം ഇവിടെ തുറക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഇന്നും 3 ചിത്രങ്ങളാണ് നമുക്ക് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യമായി നമുക്ക് ഈ ചിത്രങ്ങളുടെ സംവിധായകരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്പെഷ്യൽ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഫാരിസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി വാർദ്ധക്യ പുരാണം എന്ന ചിത്രം സംവിധാനം ചെയ്ത അനിൽകുമാറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ സ്ക്രീൻ ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രം വി ക്യാൻ എന്ന ഹ്രസ്വചിത്രമാണ്. ചിത്രത്തിന്റെ സംവിധായകൻ വിഘ്നേഷ് രാജേന്ദ്രനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്പെഷ്യൽ എന്ന ചിത്രത്തിലൂടെ നോട്ടത്തിന്റെ ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് ആരംഭിക്കാം. ഫാരിസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സംവിധായകനോട് തന്നെ ചോദിക്കാം സ്പെഷ്യലിനെ കുറിച്ച്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് നിന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഒരു നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെ എടുക്കണമെന്ന്. അതാണ് സ്പെഷ്യൽ. സ്പെഷ്യൽ പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്ത്യ ഇപ്പം ഫേസ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഡെവലപ്പിംഗ് നേഷനിൽ നിന്നും ഡെവലപ്ഡ് നേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് എപ്പോഴാവുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ സിനിമയിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ സ്പെഷ്യൽസ് നമ്മളെല്ലാവരും പോലെ എല്ലായിടത്തും ആക്സസിബിലിറ്റി അവർക്കും കിട്ടണം. അപ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഡെവലപ്പിംഗ് നേഷൻ ഒരു പൂർണ്ണ ഡെവലപ്ഡ് നേഷനായി മാറും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഫാരിസിന്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇനി നാം കാണാൻ പോകുന്ന ചിത്രം സ്പെഷ്യൽ, ഡയറക്റ്റഡ് ബൈ ഫാരിസ്.
ഫാരിസ് സംവിധാനം ചെയ്ത സ്പെഷ്യൽ എന്ന ഷോർട്ട് ഫിലിമാണ് നാം ഇപ്പോൾ കണ്ടത്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരെ കുറിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. എത്രത്തോളം ഫാരിസ് തൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. ഓവർ ടു ദ ജഡ്ജസ്. ഹലോ ഫാരിസ്, വളരെ നല്ല ഒരു അറ്റംപ്റ്റാണ്. ഫാരിസ് ഈ ഡോക്യുമെൻ്ററിയിലൂടെ കൊടുത്ത അവസാനം എത്തിയ ആ മെസ്സേജാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ അവനവൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്തു തുടങ്ങുമ്പോഴാണ് അവർ വാസ്തവത്തിൽ ഒരു നാടിൻ്റെ വികസനത്തിൽ പങ്കാളിയാകുന്നത് എന്നുള്ളൊരു മെസ്സേജാണ്. അത് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. പക്ഷേ ഒരു ഡോക്യുമെൻ്ററിയുടെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒക്കെ കാഴ്ചപ്പാടിലൂടെ ഈ ഡോക്യുമെൻ്ററിയെ നമ്മൾ കണ്ടാൽ അതിൽ ആദ്യാവസാനം ചില ദൃശ്യങ്ങൾ ഒക്കെ ഇങ്ങനെ എവിടെയൊക്കെയോ ചേരാത്തതുപോലെ ഒരു തോന്നൽ നമുക്ക് കണ്ടപ്പോൾ തോന്നി. കുറച്ചും കൂടി ശ്രദ്ധിക്കാമായിരുന്നു അതിൻ്റെ മേക്കിങ്ങിൽ എന്ന് തോന്നിപ്പോയി. മെസ്സേജൊക്കെ വളരെ ക്ലിയറാണ്. അപ്പോൾ ഇനിയൊരു ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഫാരിസ് കുറച്ചും കൂടെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. കാരണം മെസ്സേജ് അത്രയും സ്ട്രോങ് ആയിട്ട് കൺവേ ചെയ്തിട്ടുണ്ട് ഫാരിസ്. എനിവേയ്സ്, ബെസ്റ്റ് വിഷസ്. ഫാരിസ് സംവിധാനം ചെയ്ത സ്പെഷ്യൽ എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള ജഡ്ജസ് കമൻസ് ആണ് നാം ഇപ്പോൾ കേട്ടത്. ഫാരിസ് സ്പെഷ്യലിൻ്റെ മേക്കിങ്ങിൽ ദൃശ്യങ്ങൾ തമ്മിലുള്ള ഒരു ഒഴുക്കിനെ കുറിച്ചാണ് ഇവിടെ രാജശ്രീ മാഡം സംസാരിച്ചത്. ആ ഒരു മേക്കിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് എങ്ങനെ ഈ ഒരു കമൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യും? ഇത് നോട്ടത്തിന് വേണ്ടി റീ എഡിറ്റഡ് വെർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. എൻ്റെ കറക്റ്റ് ഷോർട്ട് ഫിലിം 8 മിനിറ്റുള്ള ഇതാണ്. അതിന് റീ എഡിറ്റ് ചെയ്ത് നോട്ടത്തിന് വേണ്ടി മാത്രം 4 മിനിറ്റ് ആക്കിയാണ് ഇതിൽ അയച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ചില വിഷ്വൽ ഇതിൽ സിങ്കാവാതെ പോയത്. ആ ബസ്സിൻ്റെ അകത്ത് കിടക്കുന്നത് അതുകൊണ്ടാണ് ഇത് നടന്നു പോയത്. അത് ഞാനും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഞാനും ക്ഷമ ചോദിക്കുന്നു. ഇനി എന്താണ് ഈ ഒരു മുന്നോട്ടുള്ള യാത്രയിലെ സ്വപ്നം ആസ് എ ഷോർട്ട് ഫിലിം മേക്കർ? ഇത് ആദ്യത്തെ ഷോർട്ട് ഫിലിം ആയിരുന്നു. അതെ. ഇനി എന്താണ് മുന്നോട്ടുള്ള യാത്രയിൽ? മുന്നോട്ടുള്ള യാത്രകൾ പല പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ഫാരിസിന്റെ ഈ ചിത്രത്തെക്കുറിച്ച് നമ്മളുടെ ഓഡിയൻസിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഓവർ ടു ദ ഓഡിയൻസ്. ഹായ് ഫാരിസ്, ശരിക്കും നല്ല ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതായത് ഡിസേബിൾഡ് എന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്ന ഒരു വിഭാഗം ആളുകളെ ഇന്ന് ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് എന്നൊരു രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ അതൊരു ഡെവലപ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഫുൾ അറ്റൈൻമെൻറ്റിനെ കുറിച്ചുള്ള ഒരു വിഷയമായിരുന്നു. തീം വൈസ് വളരെ നന്നായി തോന്നി. കാസ്റ്റിങ്ങിലാണ് ഇപ്പോൾ ഫാരിസ് തന്നെ പറഞ്ഞിരുന്നു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. പക്ഷേ കണ്ടപ്പോൾ ആ ഒബ്സർവേഷനിൽ ചെറിയൊരു പാളിച്ച പറ്റിയോ? ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ കുറച്ചുകൂടെ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു മാനറിസംസും എന്തൊക്കെയോ ഒരു സ്പോണ്ടനിറ്റിയിൽ ഒരു ലാക്ക് തോന്നി. ഇതാ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇതിൻ്റെ യഥാർത്ഥ വെർഷൻ്റെ അകത്ത് അതെല്ലാം ഉണ്ട്. ഇത് ഈ റീ എഡിറ്റ് ചെയ്തതുകൊണ്ടാണ് പലതും നമ്മൾ വിട്ടുപോയത്. അത് നമ്മൾ പെട്ടെന്ന് തന്നെ ആയിരുന്നു. ഞാൻ നോട്ടത്തിനെ പറ്റി അറിഞ്ഞത് തന്നെ അവസാന നിമിഷമാണ്. അങ്ങനെയാണ് പെട്ടെന്നാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ ഫാരിസ് സംവിധാനം ചെയ്ത സ്പെഷ്യൽ എന്ന ചിത്രം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം ഇനി നാം കാണാൻ പോകുന്നത് അനിൽകുമാർ സംവിധാനം ചെയ്ത വാർദ്ധക്യ പുരാണം എന്ന ചിത്രമാണ്. നോക്കൂ 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 നോക്കിക്കൊണ്ടങ്ങനെ നിൽക്കൂ, ചുമ്മാതിങ്ങനെ നോക്കി നിന്നിട്ട് എന്തു കെട്ടുണ്ടേ പൊന്നെ. നോക്കൂ 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 നോക്കിക്കൊണ്ടങ്ങനെ നിൽക്കൂ, ചുമ്മാതിങ്ങനെ നോക്കൂ നേരം എന്ത് കെട്ടുണ്ടേ പൊന്നെ. നോക്കൂ 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 നോക്കിക്കൊണ്ടങ്ങനെ നിൽക്കൂ നിൽക്കവിടെ. നോക്കൂ 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 നോക്കിക്കൊണ്ടങ്ങനെ നിൽക്കൂ. എന്തരാണേലും എന്തായാലും കിട്ടും അല്ലേ? വാടാപ്പി ഒന്നുമില്ല, വാ. കേരളത്തെ അതിശയിപ്പിച്ച നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സർക്കാർ. ഇനി നമുക്ക് മുന്നിൽ എത്തുന്ന ചിത്രം അനിൽകുമാർ സംവിധാനം ചെയ്ത വാർദ്ധക്യ പുരാണമാണ്. ഈ ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഓവർ ടു അനിൽകുമാർ. എൻ്റെ ഷോർട്ട് ഫിലിമിനെ പറ്റി പറയുമ്പോൾ അത് സാധാരണക്കാരെ അടുത്ത് വികസനം എത്തുന്നത് എങ്ങനെ. നമ്മളെപ്പോഴും മോണോ റെയിലിനെയും ബാക്കി അങ്ങനെയുള്ള എയർപോർട്ടിനെയൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ വികസനം ജോലി ചെയ്യാൻ നിവർത്തിയില്ലാത്ത, അല്ലെങ്കിൽ നമ്മളെപ്പോഴും വാർദ്ധക്യത്തെ പറ്റി കാണുന്നത് വെറുപ്പോടെയും അറപ്പോടെയാണ്. കാരണം വാർദ്ധക്യം എന്ന് പറയുന്നത്
ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു യാത്രയാണ്. അത് എല്ലാവർക്കും ആ വണ്ടി കയറിയാൽ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് നമ്മൾ ഒരിക്കലും ചെറുപ്പക്കാർ തിരിച്ചറിയപ്പെടുന്നില്ല. അതൊന്ന്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന എന്ത് വികസനം നടക്കണമെങ്കിലും കൈക്കൂലി കൊടുക്കണം എന്നുള്ളൊരവസ്ഥയുണ്ട് എന്നാണ്. അങ്ങനെ അല്ലാതെയും പല ചെറിയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ബാക്കി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അനിൽകുമാർ സംവിധാനം ചെയ്ത വാർദ്ധക്യ പുരാണം എന്ന ചിത്രമാണ് ഇനി നാം കാണാൻ പോകുന്നത്. വാച്ച് ദ വീഡിയോ. അമ്മച്ചി, ഞാൻ ഈ സ്ഥലം വിൽക്കാൻ പറയണത് അമ്മച്ചിയുടെ കഷ്ടപ്പാട് കണ്ടിട്ടാ. എന്റെ കെട്ടിയോൻ അന്തി ഉറങ്ങുന്ന മണ്ണാ ഇത്. ഇവിടെ കിടന്ന് എനിക്കും മരിക്കണം. വയസ്സുകാലത്ത് നല്ലത് പറഞ്ഞാൽ മനസ്സിലാകില്ല. വെറുതെയാണോ മക്കൾ ഉപേക്ഷിച്ചു പോയത്? എന്റെ കഷ്ടപ്പാട് മാറി ഒരു നേരം കഞ്ഞി കുടിക്കാനുള്ള വക ദൈവം എനിക്ക് കാണിച്ചു തരും. കാണിച്ചു തരും, കാണിച്ചു തരും. കാത്തിരുന്നോ. അമ്മച്ചി, 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 ആരാ? അമ്മച്ചി. എന്താ കാണാരാ? അമ്മച്ചി, അമ്മച്ചിയുടെ കാത്തിരിപ്പിന് ഫലമുണ്ടായി. ആ ആ അമ്മച്ചി എന്തിനാ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അമ്മച്ചി എന്നെ കാണുമ്പോഴെല്ലാം ചോദിക്കാറില്ലേ എന്റെ പെൻഷൻ ശരിയായോ കാണാരാന്ന്? അമ്മച്ചിയുടെ വാർദ്ധക്യകാല പെൻഷൻ ശരിയായി. അതിത്ര പെട്ടെന്ന് ശരിയായോ കാണാരാ? ശരിയായി. അമ്മച്ചി, കേരള സർക്കാരിന്റെ ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി പ്രകാരമാണ് അമ്മച്ചിക്ക് ഇത്രയും പെട്ടെന്ന് ഈ പെൻഷൻ അനുവദിച്ച് കിട്ടിയത്. ഇതാ, ഇതൊന്ന് പിടിച്ചേ. ആ കൈ ഒന്നും ഇങ്ങോട്ട് നീട്ടിയേ. ഇതാ, ഇനി എല്ലാ മാസവും മുടങ്ങാതെ കിട്ടും. അപ്പം പറഞ്ഞു കേൾക്കുന്നതൊക്കെ സത്യം തന്നല്ലേ കാണാരാ? കൈക്കൂലിയും ശുപാർശ ഒന്നുമില്ലെങ്കിലും പാവങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമല്ലേ? ശ്രീ അനിൽകുമാർ സംവിധാനം ചെയ്ത വാർദ്ധക്യ പുരാണം എന്ന ചിത്രമാണ് നാം ഇപ്പോൾ കണ്ടത്. ആ ഒരു വാർദ്ധക്യത്തിലെ വിഷമങ്ങളും അവിടെ ഒരു ആശ്വാസമായി എത്തുന്ന പെൻഷനെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം തന്നെയാണ്. വളരെ ഒരു ഡ്രമാറ്റിക് ലെവലിലേക്ക് ആ ഒരു ചിത്രം താങ്കൾ കൊണ്ടുപോകും. എന്തായാലും നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം എന്താണ് പറയാനുള്ളത്.
സർക്കാരിൻ്റെ വാർദ്ധക്യകാല പെൻഷനെ കുറിച്ചുള്ളതാണ് ഈ അനിൽകുമാറിൻ്റെ വാർദ്ധക്യ പുരാണം എന്ന ഹ്രസ്വചിത്രം. അത് പൂർണ്ണമായ ഒരു ഫിക്ഷൻ രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രൊഫഷണലായ ചില നടീനടന്മാർ അതിൽ സഹകരിച്ചിട്ടുണ്ടെങ്കിലും വല്ലാത്തൊരു കൃത്രിമത്വവും വളരെ മോശമായ ഒരു സ്ക്രിപ്റ്റിങ്ങും അതെടുത്ത് ചിത്രീകരിച്ചിരിക്കുന്ന രീതിയും ഒന്നും ഒരു നന്നായില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. എന്തായാലും ആ വിഷയം നമ്മുടെ ഒരു നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അനിൽകുമാറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നിരാശപ്പെടേണ്ട. ഞങ്ങളിത് പറയുന്നത് അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വേണം. കാരണം അനിൽകുമാർ അടുത്ത ഒരു പ്രോജക്റ്റിനെക്കുറിച്ച് ആലോചിക്കുമ്പം തീർച്ചയായിട്ടും ഈ വിലയിരുത്തൽ, ഞങ്ങളുടെ ഒരു ജൂറിയുടെ വിലയിരുത്തൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രചോദനം ആകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അനിൽകുമാർ സംവിധാനം ചെയ്ത വാർദ്ധക്യ പുരാണം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ജൂറി കമൻസ് ആണ് നാം ഇപ്പോൾ കേട്ടത്. സാറ് പറഞ്ഞതുപോലെ കുറച്ച് ഡ്രാമ എലമെന്റ്സ് അധികമായി പോയോ? വളരെ സബ്റ്റിലായിട്ടുള്ളൊരു പ്രമേയമാണ് താങ്കൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു തീം അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും ഓവർ ഡ്രമാറ്റിക് ആകുമ്പോൾ ഒന്ന് കൈവിട്ടു പോകാൻ സാധ്യതയുള്ളതാണ്. ഞാൻ ബേസിക്കലായിട്ട് എൻ്റെ ജോലി മെഗാ സീരിയൽ സംവിധാനമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്യുമെൻ്ററിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമോ ചെയ്യുമ്പോഴും അത് ഉറപ്പായിട്ട് കടന്നു വരും. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു മത്സര ലെവലിലുള്ള രീതിയിലല്ല ഞാൻ കൈകാര്യം ചെയ്തത്. ഞാൻ ഈ സാധനം ചെയ്യാൻ എനിക്ക് എടുത്തത് ആകെ 1 മണിക്കൂറാണ്. താങ്ക് യു സർ. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കൊരു ഉത്തരം ലഭിച്ചു. പക്ഷേ വളരെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് താങ്കൾ ഹാൻഡിൽ ചെയ്തത്. വളരെ ശ്രദ്ധയർഹിക്കുന്ന ഒരു വിഷയമാണ്. പലരുടെ മനസ്സിലും വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ താങ്കൾ ഈ ഒരു കഥ അവതരിപ്പിക്കുകയും ചെയ്ത് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് നമുക്കും പ്രതീക്ഷിക്കാം എന്നുള്ളൊരു വലിയൊരു ഹോപ്പാണ് താങ്കൾ അവശേഷിപ്പിക്കുന്നത്. നമ്മളുടെ ഓഡിയൻസിന് ഇനി എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഓവർ ടു ദ ഓഡിയൻസ്. ഹലോ സർ. ആക്ടേഴ്സിൻ്റെ ഒക്കെ ഇമോഷൻസ് വളരെ നന്നായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഇമോഷണൽ അപ്പീൽ ഇതിൽ കൊണ്ടുവന്നപ്പോൾ കാര്യങ്ങൾ വളരെ ഡയറക്റ്റ് ആയിട്ടാണ് സാർ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളെ നമ്മൾ സമീപിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് കിട്ടുമായിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് സാർ ചിന്തിച്ചിരുന്നോ? ഇപ്പോൾ ഇത് ചോദ്യം ചോദിച്ച മോളുടെ വീട്ടിലെ 80 വയസ്സുള്ള ഒരു അമ്മൂമ്മയുടെ അടുത്ത് ഞാൻ ഈ വിഷയം ഏത് രീതിയിൽ അവതരിപ്പിക്കേണ്ടി വരും? അവരൊക്കെ പെൻഷൻ കിട്ടുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ സർക്കാർ പെൻഷൻ കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം സർ കുറച്ചുകൂടി നമ്മൾ ആഴത്തിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ ചോദിച്ചതിന് ആൻസർ അതല്ല. കുട്ടിയുടെ വീട്ടിൽ 80 വയസ്സുള്ള ഒരു അമ്മൂമ്മ ഉണ്ടെങ്കിൽ അവരുടെ ഞാൻ ഏത് രീതിയിൽ ഈ വിഷയം അവതരിപ്പിക്കണം, അതാണ് ഞാൻ സമൂഹത്തിൽ ഉള്ള ഇതേ ഏജുള്ളവർക്ക് വേണ്ടി ചെയ്തത്. അനിൽകുമാർ സർ സംവിധാനം ചെയ്ത വാർദ്ധക്യ പുരാണം എന്ന ചിത്രം ഇവിടെ പൂർണ്ണമാവുകയാണ്. വിഘ്നേഷ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത വി ക്യാൻ എന്ന ചിത്രമാണ് ഇനി നാം കാണാൻ പോകുന്നത്. ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് സംവിധായകൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഞങ്ങളൊരു 7-8 ഫ്രണ്ട്സ് ചേർന്ന് ചെയ്തതാണ്. ഇത് മറ്റൊരു ഷോർട്ട് ഫിലിം ഫെസ്റ്റ്, ഒരു നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഓഗസ്റ്റ് 15-ാം തീയതി, ഞങ്ങളിത് 2014-ലാണ് ചെയ്തത്. അപ്പോൾ ഓഗസ്റ്റ് 14-ാം തീയതി അവരൊരു തീം തരികയും അവരൊരു 3 ദിവസം ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യുകയും വേണമെന്ന് പറഞ്ഞ് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. കിട്ടിയ തീം എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആയിരുന്നു. അത് വെച്ച് ഞങ്ങൾ ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. ഡയലോഗ്സ് ഇല്ല, ഡയലോഗ് ഫ്രീ ഷോർട്ട് ഫിലിമാണ്. ബാക്കി നിങ്ങൾ കാണുക. നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു ചിത്രമാണ് വിഘ്നേഷ് ഒരുക്കിയിരിക്കുന്നത്. അടുത്തതായി നമുക്ക് കാണാം വി ക്യാൻ, ഡയറക്റ്റഡ് ബൈ വിഘ്നേഷ് രാജേന്ദ്രൻ.
വിഘ്നേഷ് സംവിധാനം ചെയ്ത വി ക്യാൻ എന്ന ചിത്രമാണ് നാം ഇപ്പോൾ കണ്ടത്. വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് വിഘ്നേഷ് ഹാൻഡിൽ ചെയ്തത്. വളരെ ആദ്യമൊക്കെ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ആ ഒരു ലെവലിലേക്കാണോ ഈ ചിത്രം പോകുന്നതെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നെങ്കിലും വളരെ രസകരമായി വിഘ്നേഷ് അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം വിഘ്നേഷ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. ഓവർ ടു ദ ജഡ്ജസ്. ഹായ് വിഘ്നേഷ്. വിഘ്നേഷിൻ്റെ വീക്കാൻ എന്നുള്ള ഹ്രസ്വചിത്രം കണ്ടു. നന്നായിട്ടുണ്ട്. ലോകവ്യാപകമായി ഏറ്റവും കൂടുതൽ ക്യാമ്പയിനിങ് നടക്കുന്ന ഒരു വിഷയമാണ് പാഴ്വസ്തുക്കൾ വലിച്ചെറിയരുത് എന്നുള്ളത്. ഞാൻ പല സിനിമകളും കണ്ടിട്ടുണ്ട്. അതിനകത്തുള്ളൊരു അതെല്ലാം വെച്ച് നോക്കുമ്പോൾ വിഘ്നേഷിൻ്റെ ഒരു കാഴ്ചപ്പാട് തീർത്തും അഭിനന്ദനം അർഹിക്കുന്നു. വേറിട്ടൊരു കാഴ്ചപ്പാടാണ്, വേറിട്ടൊരു നോട്ടമാണ്. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ കാരണം വികസന പദ്ധതികളുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കണക്ഷൻ വിഘ്നേഷിൻ്റെ സബ്ജക്റ്റിനില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തത്? മേലിൽ ഇത്തരം സബ്ജക്റ്റുകൾ ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ടോ ഫിക്ഷനായിട്ടോ ചെയ്യുമ്പോൾ കുറേ കൂടി കാര്യക്ഷമമായ ആഴത്തിലുള്ള ഒരു സമീപനം ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവിധ ആശംസകളും നേരുന്നു. വിഘ്നേഷ് സംവിധാനം ചെയ്ത വി ക്യാൻ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ജഡ്ജസ് കമൻസ് ആണ് നാം ഇപ്പോൾ കേട്ടത്. സാറിൻ്റെ ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങിപ്പോകാം. എന്തുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ്? ഞാൻ പറഞ്ഞല്ലോ, ആ സബ്ജക്റ്റ് നമുക്കൊരു തീം കിട്ടി. അപ്പം ഞങ്ങൾ ഒരു ദിവസം വൈകിട്ടാണ് ഈ തീം കിട്ടുന്നത് നമുക്ക്. അപ്പോൾ അന്ന് രാത്രി തന്നെ ചെയ്തൊരു തീം. ഇതിന് നമ്മൾ എഴുതി വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, നമ്മളെല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. രാത്രി ആ ഒരു തീം കിട്ടി. അടുത്ത ദിവസം പോയി ഷൂട്ട് ചെയ്ത്, അടുത്ത ദിവസം പോയി മിക്സ് ചെയ്ത്, ഇത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് മ്യൂസിക് ചെയ്ത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ 3 ദിവസം കൊണ്ടുള്ള പരിമിതികളുള്ള ഇതിനകത്ത് കാണും. എന്തൊക്കെ വെല്ലുവിളികളാണ്, അല്ലെങ്കിൽ ഇനി ഒരു ചിത്രം ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വിഘ്നേഷ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഇതിന് സമയമില്ലാത്തതുകൊണ്ടായിരുന്നു ഞങ്ങൾ സ്ക്രിപ്റ്റ് എടുക്കാഞ്ഞത്, സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റാഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ വാശി കൊണ്ടായിരുന്നില്ല, സമയമില്ലായിരുന്നു, ഒട്ടും സമയമില്ലായിരുന്നു. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ പരിമിതികൾ ഒരുപാടുണ്ടാവും. ഇനി അത് തരണം ചെയ്യണമെന്നുണ്ട്, ചെയ്യാൻ ശ്രമിക്കും. ഒരു മരം നടൂ, അതെന്തെങ്കിലും നിങ്ങൾക്ക് തണൽ നൽകും, ഭക്ഷിക്കുവാനുള്ള കായ്കനികൾ നൽകും. കേരള സർക്കാർ നട്ടുവളർത്തിയ ഓരോ മരവും പുഷ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നോട്ടത്തിൽ നാം കാണുന്ന ഹ്രസ്വചിത്രങ്ങൾ അതിന് ഉദാഹരണം മാത്രം. ഇന്നും 3 ചിത്രങ്ങളാണ് നമുക്ക് മുന്നിലെത്തിയത്. പാരിസ് സംവിധാനം ചെയ്ത സ്പെഷ്യൽ, അനിൽകുമാർ സംവിധാനം ചെയ്ത വാർദ്ധക്യ പുരാണം, അവസാനമായി വിഘ്നേഷിന്റെ സംവിധാനത്തിൽ വി ക്യാൻ. മറ്റു 3 ചിത്രങ്ങളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.